ഹായ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോട്ട് വീണ്ടും സ്വാഗതം. ഒരു പ്ലഗ് സോക്കറ്റിന് എങ്ങനെയാണ് മറ്റൊരു പ്ലഗ് സോക്കറ്റിലേക്ക് കണക്ഷൻ എടുക്കുന്നത്, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണൂല, അത് ഞാൻ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളെ വീട്ടിൽ സാധാരണ ഒരു സ്വിച്ച് ഓൺ ആക്കിയാൽ ഇപ്പോൾ പ്ലഗ് ഉണ്ടാവില്ല സോക്കറ്റ്. ആ ഒരു സോക്കറ്റിൽ നിന്ന് തന്നെ മറ്റൊരു സോക്കറ്റ് എങ്ങനെയാണ് വഹിക്കുന്നത് എടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇടുക. അപ്പോൾ ഇത് ഈ ഒരു സോക്കറ്റ് ഉണ്ടല്ലോ, ഇതിൽ തന്നെ നമ്മൾ കണക്ഷൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണമെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതായത് നമ്മുടെ രണ്ട് ഇൻസുലേഷൻ ടാപ്പ് ബ്ലാക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബ്ലൂ, പിന്നെ ഒരു ടെസ്റ്ററും സ്ക്രൂ ഡ്രൈവറും, പിന്നെ അത് നമ്മളെ മെയിൻ സാധനമാണ് ബോക്സ്, പവർ പ്ലഗിൻ്റെ ബോക്സാണ്. പിന്നെ നമുക്കൊരു മെഴുകുതിരി എടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂടാക്കേണ്ട ആവശ്യമുണ്ട്. ഉള്ളത് ലൈറ്റർ, പിന്നെ ഇതെന്താണ് സാധനം ഞാൻ പറഞ്ഞുതരാം. ഇത് ഇൻഡിക്കേറ്റർ ലൈറ്റ് ആണ് കേട്ടോ, ഇതിൻ്റെ അകത്തുണ്ട്. ഞാനിത് സെറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. പിന്നെ രണ്ട് വയർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാരണ വയറാണ്, ഇലക്ട്രിക് വയർ, 5 മീറ്റർ ആണ്. ഇതും 5 മീറ്റർ തന്നെയാണ്. പിന്നെ ഒരു പഴയ സോൾഡറിങ് അതിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചൂടാക്കിയിട്ട് ഹോൾ ഇടാനാണ്. പിന്നെ കുറച്ച് ഫോം ഷീറ്റ്, ഇത് നമ്മളെ ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, ഇത് ചുമരിലേക്ക് ഫിറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഇതിന് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഇതാണല്ലോ, ഈ ഒരു പ്ലഗിനാണ് നമ്മൾ കണക്ഷൻ എടുക്കാൻ പോകുന്നത്. അതായത് ഇതിന് ഒരു 3 കണക്ഷൻ ഇതുവഴി ഇങ്ങനെ പോവും. ഇതുവഴി പോയി ഇവിടുന്ന് മേലോട്ട് ഇതുവഴി ഇങ്ങനെ പോയി ഉണ്ടല്ലോ, ഇവിടുന്ന് ഈ ഒരു ഭാഗം ഉണ്ടായത് ഇതിൻ്റെ ഇടയിലേ കൂടി ഇങ്ങനെ പോയി ഇവിടുന്ന് നേരെ പോകാനാണ് പ്ലാൻ. ഇവിടെ നേരെ പോയി ഈ ഒരു ഇതുണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പോയി ഇവിടുന്ന് നേരെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ടേബിള് ഉണ്ടല്ലോ, നമ്മളെ എല്ലാ സാധനമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടത്തേക്കാണ് നമ്മൾ കറണ്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്താണ് നമ്മളെ ആ ഒരു ബോക്സ് വരാൻ പോകുന്നത്, പ്ലഗിൻ്റെ ബോക്സ്. അപ്പോൾ ഇവിടത്തേക്കാണ് നമ്മൾ കണക്ഷൻ എടുക്കുന്നത്. ചിലപ്പോൾ ഇതിൻ്റെ താഴത്തെ ഭാഷം കണ്ടല്ലോ, ഇതിലേ കൂടി ചിലപ്പോൾ വയറെടുക്കേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ അളവൊന്ന് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വയറൊക്കെ നമ്മൾ അയച്ച് വളർത്തിയിട്ട് താഴെ വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ. ഇതാ ഏകദേശം 5 മീറ്റർ ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ 2 വയറേ ഇല്ലൂ, കണ്ട, ഒരു ചുവപ്പും അതുപോലെ തന്നെ ഒരു മഞ്ഞയും. അപ്പോൾ നമുക്ക് ഫേസ് ഇൻവെർട്ടർ ഇതിലില്ലൂ, വരത്തില്ല. അതിനാണ് ഈ ഒരു വയർ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിന് നമുക്കൊരു മഞ്ഞ വയർ ഇന്ന് എടുക്കണം, എർത്തിന് വേണ്ടി എടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നൊരു മഞ്ഞ വയർ എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു വയറിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനത് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ 2 വയറും വേറെ വേറെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് മഞ്ഞ വയർ, മരത്തിന് യൂസ് ചെയ്യുന്ന വയറാണ്. ഇവിടെ ചുവപ്പ് വയർ ഇവിടെ ഉണ്ട്. ഇത് സ്പ്രിങ് പോലെ ആയിട്ടുണ്ട് കേട്ടോ, കുറച്ച് പണിയാണ് ഇതിൽ നിന്ന് വിടിയിച്ചെടുക്കാൻ. അതെ, ഈ ഒരു വയർ ഒറ്റ സെറ്റ് തന്നെ ഇതുപോലെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വയറുണ്ടല്ലോ, ആ വയറിലേക്ക് നമ്മൾ ഈ ഒരു മഞ്ഞ വയർ ചുറ്റാൻ പോയാണ്. അത് നമ്മളെ എർത്തിന് വേണ്ടിയാണ് കേട്ടോ. ഇത് പച്ചയിലാട്ടോ, ഇത് പച്ച പോലെയൊക്കെ തോന്നുന്നുണ്ട്, ഇത് മഞ്ഞയാണ്. ഓക്കെ, അപ്പോൾ ഞാനത് ചുറ്റിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതെ, ഏകദേശം 1 മണിക്കൂർ സമയം എടുത്തു ഈ വയർ രണ്ടും കൂടി ജോയിൻ്റ് ചെയ്യാൻ വേണ്ടി. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൊത്തം നമ്മുടെ ടാപ്പ് ഉണ്ടല്ലോ, അതായത് നമ്മളെ ഈ ഒരു ഇൻസുലേഷൻ ടാപ്പ് ഉണ്ടല്ലോ, ഈ 2 ബ്ലാക്ക്, ഇത് മൊത്തം നമുക്ക് ആ വയറിലേക്ക് ചുറ്റിയെടുക്കാനുണ്ട്. മൊത്തം വയറിൽ ചുറ്റിയെടുക്കാൻ. അപ്പോൾ നമുക്കത് ഫുള്ള് ചുറ്റിയിട്ട് കാണാം. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം ഒരുപാട് ലെങ്ത് ആവും വീഡിയോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ അതും കൂടി ഒന്ന് ഫുള്ള് ചുറ്റിയിട്ട് ഇത് കാണിച്ചു തരാം കേട്ടോ. അതെ, ഒരു കണക്കിന് നമ്മളെ വയർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഇടക്കിടക്ക് ടാപ്പ് ചെയ്തതാണ്. ഇവിടെ കുറച്ചധികം ടാപ്പ് ചെയ്തിട്ടുണ്ട്, കണ്ടല്ലോ. മിക്കവാറും ഇത് മൊത്തം ചെയ്യേണ്ടി വരും, പക്ഷേ ഇത് കുറച്ച് പണിയാണ് കേട്ടോ, നല്ല രീതിയിൽ പണിയുണ്ട് ഇങ്ങനെ ടാപ്പ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ചിലപ്പോൾ ഞാനിത് മൊത്തം ടാപ്പ് ചെയ്യും, ഇതിൻ്റെ പാണ്ട് ടാപ്പ് ചെയ്തിട്ട് കാണാൻ. ഓക്കെ, അപ്പോൾ മൊത്തം ടാപ്പ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും മൊത്തം ടാപ്പ് ചെയ്തിട്ട് കാണാം. അപ്പോൾ എപ്പോഴും ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലോ നമ്മൾ 3 വയർ, ഫേസ്, ന്യൂട്രൽ, എർത്ത്. അപ്പോൾ ഈ ഒരു വലിയ മഞ്ഞ ഉണ്ടല്ലോ, അത് എർത്താണുണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി ഞാൻ മൊത്തം ടാപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇത് പാമ്പല്ല കേട്ടോ, വയറാണ്. ഇങ്ങനെ ആയി ഇപ്പോൾ വയറിൻ്റെ അവസ്ഥ. ഇത് മൊത്തം ചുറ്റി എടുത്തിട്ടുണ്ട്. അതാണ് നമ്മളിതിൻ്റെ പ്ലഗിലേക്ക് കൊടുക്കാൻ പോകുന്ന ഭാഗം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നമ്മൾ
ബോക്സിൽ കൊടുക്കാൻ വേണ്ടിയാണ്. കണ്ടല്ലോ, ഇതാണ് വയറ്. എന്തായാലും കുഴപ്പമില്ല, മൊത്തത്തിൽ ചുറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമുക്ക് പരിപാടി പറഞ്ഞാൽ നമ്മളെ സ്വിച്ച് ബോർഡ് ഉണ്ടല്ലോ, ആ സംഭവം ഇന്ന് അയച്ചെടുക്കാനുണ്ട്. അപ്പോൾ ആ സ്വിച്ച് ബോർഡ് അയച്ചെടുക്കുമ്പോൾ അതിന് മുമ്പ് നമ്മുടെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കണ്ടല്ലോ, ഈ ബോർഡ് നമുക്ക് തുറക്കണം. ജസ്റ്റ് നമുക്ക് സ്ക്രൂ ഡ്രൈവ് ഉപയോഗിച്ചിട്ട് ഈ ഒരു സംഭവം തുറക്കാം. ഓക്കെ, ഞാൻ തുറന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മെയിൻ സ്വിച്ചൊക്കെ ഓഫ് ചെയ്ത് നമ്മൾ തുറന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഈ ബോർഡിൻ്റെ ഉൾവശം. കണ്ടല്ലോ, സ്വിച്ച് ബോർഡിൻ്റെ ഉൾവശമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിന് കണക്ഷൻ എടുക്കാനുണ്ട്. ഓക്കെ, അതിൽ കറണ്ട് ഉണ്ടോ നോക്കണം. മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ട്, എന്നാലും ഒരു സേഫ്റ്റിക്ക് നമ്മൾ നോക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ പ്ലഗ്. കണ്ടല്ലോ, ഇതിനാ നോക്കാം. ഇത് നമ്മളെ ന്യൂട്രൽ ഇതാടാ, ഇത് നമ്മളെ ന്യൂട്രൽ, ഇത് നമ്മളെ ഫേസ് സ്വിച്ചിൽ നിന്ന് പോകുന്നത്. അതുപോലെ തന്നെ ഗ്രീൻ വയർ നമ്മളെ എർത്ത്. അപ്പോൾ നമുക്ക് കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത വയറുണ്ടല്ലോ, അതിൽ നിന്ന് മഞ്ഞ വയറുണ്ടല്ലോ, മഞ്ഞ വയർ ഒന്ന് എർത്തിന് കൊടുക്കും. പിന്നെ ഒരു മഞ്ഞയും കൂടി ഉണ്ട്, ആ ഒരു മഞ്ഞ ന്യൂട്രലിലേക്ക് കൊടുക്കും. പിന്നെ സ്വിച്ചിന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന്. നമ്മളെ ന്യൂട്രൽ കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മളെ ന്യൂട്രൽ കൊടുത്തതായിട്ട്. കണ്ടല്ലോ, ഇതാണ് നമ്മളെ ന്യൂട്രൽ. ഇന്ന് വരുന്ന ന്യൂട്രലാണ് അതിലേക്ക് കൊടുത്തത്. അടുത്ത് നമുക്ക് കൊടുക്കാനുള്ളത് നമ്മളെ എർത്ത് ഡയറക്റ്റ് ആ പച്ചയിലേക്ക് തന്നെ കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതെ നമ്മളെ എർത്തും കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, എർത്ത് നമുക്കൊരു ബ്ലൂ നമ്മുടെ ഇൻസുലേഷൻ ടൈപ്പ് ചുറ്റിയിട്ടുണ്ട്, മനസ്സിലാവാൻ വേണ്ടിയാണത്. പിന്നെ അതുപോലെ തന്നെ ന്യൂട്രൽ നേരത്തെ പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫേസ്, അതായത് ഈ വയർ, ഈ ഒരു വയർ ഫേസ് ആണ്. അപ്പോൾ ഒരു ഫേസ് എങ്ങനെ കൊടുക്കേണ്ടത് വെച്ചാൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ആ സ്ഥലത്തേക്ക് പ്ലഗ് വലിക്കുമ്പോൾ ഈ സ്വിച്ച് ഇതിൻ്റെ അടിയിൽ സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഓൺ ആക്കിയാൽ അങ്ങോട്ട് കറണ്ട് പോകും, ഈ സ്വിച്ച് ഓഫ് ആക്കിയാൽ അങ്ങോട്ട് കറണ്ട് പോവില്ല. പക്ഷെ അങ്ങനെയല്ല നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഫുൾ ടൈം ആ ഒരു ഭാഗത്തേക്ക് കറണ്ട് പോയിക്കൊണ്ടിരിക്കണം. അതായത് ഈ ഒരു സ്വിച്ചിനും ഇതിനും ഒരു ബന്ധവും ഉണ്ടായിക്കൂടാ, ആ ഒരു ലെവലാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫേസ് കൊടുക്കേണ്ടത് സ്വിച്ചിൻ്റെ താഴത്തെ ആ ഒരു ഭാഗമാണ്. അതായത് ഫേസറിൻ്റെ സ്വിച്ചിന് താഴെയാണ് വരുന്നത്. സ്വിച്ചിന് മുകളിൽ കൊടുക്കരുത്. മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഓണാക്കിയാൽ മാത്രമേ അങ്ങോട്ടേക്ക് കറണ്ട് പോകത്തുള്ളൂ. അപ്പോൾ സ്വിച്ചിൻ്റെ താഴെയാണ് നമ്മൾ ഫേസ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സ്വിച്ചിന് മുകളിൽ കൊടുക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുകളിൽ കൊടുത്തോ, കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു സ്വിച്ച് ഉണ്ടല്ലോ, ഈ സ്വിച്ച് ഓണാക്കിയാൽ മാത്രമേ അങ്ങോട്ട് കറണ്ട് പാസ്സാവൂ. അപ്പോൾ ഈ സ്വിച്ച് ഓഫ് ആയാലും അങ്ങോട്ട് കറണ്ട് കിട്ടത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഫുൾ ടൈം ഇപ്പോൾ അങ്ങോട്ട് കറണ്ട് പോയിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ സ്വിച്ചിൻ്റെ താഴെയാണ് ഇതിൻ്റെ ഫേസ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഇത് കണ്ടല്ലോ, ഇവിടെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ കൊടുത്തിട്ട് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതേ ഫേസും അവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ എനിക്ക്. അപ്പോൾ ഇതാണ് നമ്മളെ കണക്ഷൻ വരുന്നത്. ഇത് നമ്മളെ വയറാണ്. ഓക്കെ, അപ്പോൾ ഈ വയറിന് വരുന്നതാണ് ഇതിലേക്ക്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഔട്ട് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് അടക്കാം, ഈ ബോക്സിനെ അടക്കാം, ഇതിൻ്റെ ആവശ്യമില്ല. അടക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഇളകിപ്പോകരുത്. ഇളകിപ്പോയി കഴിഞ്ഞാൽ മൊത്തം അടിച്ചു പോകും. അപ്പോൾ നമ്മളെ സംഭവം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ ഇത് മൊത്തം അടച്ചിരുന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ സ്വിച്ച് ബോർഡ് ഇപ്പോൾ അടച്ചെടുത്തിട്ടുണ്ട്. ഇത് നോക്കിയപ്പോൾ കാണാൻ പറ്റും. ഇന്നൊരു വയർ ഇതുപോലെ തലോട്ട് വരുന്നത് എനിക്ക് കാണാൻ പറ്റും. ഇതേ കണ്ട, ഈ വയറാണ്. ഇനി നമുക്ക് അത് ഇതുവഴി ഇങ്ങനെ കൊണ്ടുപോകാനുണ്ട്, ഇതിൻ്റെ ഇടയിലേക്ക് കൂടി പോകാനുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. ഗൈസ് നോക്കിയതേ കണ്ടല്ലോ, വയറ് പോകുന്നുണ്ടല്ലോ. ഇതിൻ്റെ ഇടയിലേക്ക് കൂടി ഇങ്ങനെ പോവും. അതിനുശേഷം ഇങ്ങനെ വന്നിട്ട് ഈ ഒരു സംഭവം കണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് കൂടി ഇങ്ങനെ വന്ന് നേരെ നമ്മുടെ ഇവിടത്തേക്ക് വരും. അപ്പോൾ ഇവിടെയാണ് നമ്മളെ ഈ സംഭവം ബോക്സ് വരാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്കിവിടെ ബോക്സ് ഒട്ടിക്കണം. ഫസ്റ്റ് നമുക്ക് ബോക്സ് ഒട്ടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബോക്സ് വെക്കാം. ഇവിടെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ബോക്സ് വെക്കാൻ പോകുന്നത്. അതിനുശേഷം ഈ ഒരു വയർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കും. അത്യാവശ്യം കുറച്ച് താത്തി വെക്കണ്ട. ഓക്കെ, തല തിരിച്ച് വേണ്ടായിരുന്നു, കുഴപ്പമില്ല. ഇങ്ങനെയാണ് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വെക്കാൻ കുറച്ച് പണിയുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ലെവലൊന്ന് നോക്കാനുണ്ട്.
ഈ വയർ കുറച്ചും കൂടി ഇരിക്കട്ടെ. ഇതിൻ്റെ ലെവൽ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതേ ലെവലിൽ ഉണ്ടല്ലോ, ഇത് ചെരിഞ്ഞിട്ടാണ്, മാക്സിമം ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലെവൽ നോക്കാം. ലെവൽ ശരിയില്ല ഗൈസ്, സൈഡ് ലെവൽ നോക്കാം. ഓക്കെ ഓക്കെ, ഇപ്പോൾ നമ്മൾ ലെവൽ കറക്റ്റായിട്ടുണ്ട്. ലെവൽ ഇവിടെ വെക്കാം. ഓക്കെ, ഇനി അടുത്ത പരിപാടിയായിട്ട് നമുക്ക് ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇതിനെ ഊരിയെടുക്കണം. ഓക്കെ, ഈ സംഭവമൊക്കെ ഊരിയെടുക്കാനുണ്ട്. ഇതെന്തിനാ വെച്ചാൽ നമുക്ക് കണക്ഷൻ കൊടുക്കാനാണ്. അപ്പോൾ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇതിന് സ്ക്രൂ ഊരിയെടുക്കാനുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഒരു വട്ടം, ആ വട്ടം എന്താ വെച്ചാൽ നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ ആണ്. അവിടെ ഒരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞില്ല, പറയാൻ വിട്ടുപോയി. ഓക്കെ, അത് എനിക്ക് കാണിച്ചു തരാം ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇത് മൊത്തം നമുക്ക് അയച്ചെടുക്കാം. ഓക്കെ, ഇത് അഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് കുറച്ച് പണിയുണ്ട്. ഇത് അയക്കുമ്പോൾ തന്നെ ഈ സാധനം താഴോട്ട് പോകും. അപ്പോൾ ഇതാണ് നമ്മളെ ഇൻഡിക്കേറ്റർ. പിന്നെ അതേ നമ്മൾ ഇതിന് ഹോൾ ഇട്ടിട്ടുണ്ട്, കണ്ട, നമ്മൾ ഇവിടെ ഒരു ഹോൾ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇൻഡിക്കേറ്റർ കടത്തി വെക്കാനാണ്. അപ്പോൾ ഇൻഡിക്കേറ്റർ വെച്ച് എനിക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ 3 ഇൻഡിക്കേറ്റർ ഉണ്ട്. ഓക്കെ, ഈ ഇൻഡിക്കേറ്ററാണ് നമ്മൾ അതിന് വെക്കാൻ പോകുന്നത്. പിന്നെ ഇതൊന്ന് ഒരു കളർ ഓറഞ്ചും അതുപോലെ തന്നെ ഇത് കുറച്ച് കട്ടി റെഡും. ഇത് വേറൊരു ആവശ്യത്തിന് ഞാൻ വാങ്ങിയതാണ്. ഇത് ഒന്നിന് 20 രൂപയാണ് വില. ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഇൻഡിക്കേറ്ററാണ് നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്നത്. ജസ്റ്റ് ഒരു സ്ക്രൂ ഉണ്ടാകും, അത് ജസ്റ്റ് ഇങ്ങനെ അയച്ചു കൊടുക്കുക. ബോൾട്ട് പോലത്തെ സംഭവമാണ്. അതിനുശേഷം ഈ 2 വയറും ഇതിനടുത്തേക്ക് ഇതുപോലെ കയറ്റി വെക്കാം. ഓക്കെ, കണ്ടല്ലോ. ഓക്കെ, നമ്മൾ ഇൻഡിക്കേറ്റർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇതുണ്ടല്ലോ, ഇതിടാൻ പറ്റുമോ അറിയില്ല, കാരണം ഈ ഒരു സംഭവം തട്ടുന്നുണ്ട്. നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഇതേമാതിരി ഇതിലേക്ക് ഇറക്കി കൊടുക്കുക. ഓക്കെ, അത് ഇടാൻ പറ്റുന്നില്ല, ജസ്റ്റ് പറ്റുന്നു തോന്നുന്നു ഗൈസ്. ഓക്കെ, അതിടാൻ പറ്റുന്നുണ്ട്. ഇതേമാതിരി ഇതിലേക്ക് ഇറക്കി കൊടുക്കാം കേട്ടോ. ഞാൻ ടൈറ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ അങ്ങനെ വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, വർക്ക് ചെയ്യില്ല കേട്ടോ. വർക്ക് ചെയ്യണം, കണക്ഷൻ കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷനൊക്കെ ഒന്ന് നോക്കാം. ഇതാണ് നമ്മളെ സ്വിച്ച് ബോർഡ്. ഓക്കെ, ഇതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത്, ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു വയർ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ സ്വിച്ചിൻ്റെ ഈ ഒരു മുകളിലത്തെ ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മളെ ലൈൻ ഏരിയ ഫേസിലേക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു വയർ നമുക്ക് സ്വിച്ചിൻ്റെ മുകളിൽ കൊടുക്കുക. താഴെ കൊടുക്കരുത്. നേരത്തെ നമ്മൾ താഴെയാണ് കൊടുത്തത്. പക്ഷേ ഇൻഡിക്കേറ്റർ താഴെ കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ടൈം വർക്ക് ചെയ്യും. ഫുൾ ടൈം വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ മാത്രമേ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യേണ്ടൂ. ഓക്കെ, പിന്നെ ന്യൂട്രൽ ഫേസും ഡയറക്റ്റ് കൊടുക്കുക. ഇതിന് വരുന്നത് പിന്നെ ലൈൻ ഇത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് സംഭവം. ഞാൻ ഒന്ന് കണക്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളെ ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇൻഡിക്കേറ്ററിൻ്റെ ഒരു വയർ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി എനിക്ക് മനസ്സിലാവും. ഇനി ഈ ഒരു വയർ നമ്മൾ ന്യൂട്രലിലേക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെ കണക്ഷൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി എർത്തിൻ്റെ കണക്ഷൻ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മളെ ഇതിൻ്റെ കണക്ഷനൊക്കെ. ഓക്കെ, അപ്പോൾ എർത്തും കൂടി കൊടുത്തിട്ട് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതും കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടല്ലോ, ഇതാണ് നമ്മളെ കണക്ഷൻ. എനിക്ക് കാണാൻ പറ്റും. ഇനി ജസ്റ്റ് നമുക്ക് ഈ സംഭവം ഒന്ന് അടക്കാം. ഓക്കെ, അടക്കുമ്പോൾ ശ്രദ്ധിക്കുക, കണക്ഷൻ വിട്ടു പോകരുത്. ഓക്കെ, സ്വിച്ച് ഓൺ ആണ്, ഓഫ്. പിന്നെ നമുക്കിതിൻ്റെ ഓരോരോ സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഉണ്ടല്ലോ, ഇതുപോലെ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മൊത്തം ടൈറ്റ് ചെയ്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതെ, നമ്മൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഞാൻ മെയിൻ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഓൺ ചെയ്യാൻ കാണിച്ചു തരാം.
കണ്ടല്ലോ, നമ്മൾ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ ഗൈസ്, ടെസ്റ്റർ ഇവിടെ കാണുന്നില്ല. ഓക്കെ, ടെസ്റ്റർ ഇവിടെ ഉണ്ട്, ടെസ്റ്റർ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ടെസ്റ്റർ. ജസ്റ്റ് നമുക്ക് ഇതാണ് ഫേസ് വരുന്നത്. ഇതേ കണ്ടല്ലോ, ഫേസ് ഓക്കെ. പിന്നെ ന്യൂട്രൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല അതിനോട്. അപ്പോൾ സംഭവം ഓക്കെ ആണ്, കണ്ടല്ലോ. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ സംഭവം, സിമ്പിളാണ്. നമുക്ക് ഇതിൻ്റെ ന്യൂട്രൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ അതിൽ ഒരു ബൾബ് ഇവിടെ എടുത്തിട്ടുണ്ട്. ന്യൂട്രൽ കറക്റ്റാണെങ്കിൽ നമുക്ക് ബൾബ് കത്തും. അല്ലേ, ഇതിലേക്ക് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സംഭവം ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ സ്വിച്ച് ഓൺ ആക്കാൻ പോവുകയാണ്. കണ്ടല്ലോ, ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കണക്ഷൻ എടുക്കുക എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അപ്പോൾ ഇതിലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.